ഇന്ത്യ ചൈന ബന്ധം കൂടുതൽ ദൃഢമാവുകയാണ്. ഏറ്റവും കൂടുതൽ ജനശക്തിയുള്ള രണ്ട് വലിയ രാജ്യങ്ങൾ കൈകോർക്കുന്നു എന്ന നിലയിൽ ഇതിന് പ്രാധാന്യമേറെയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അധിക തീരുവയുണ്ടാക്കിയ വിപണി നഷ്ടം തിരിച്ചുപിടിക്കാനുള്ള ഇന്ത്യയുടെ നയതന്ത്രമെന്ന നിലയിൽ ഇതിന് പ്രാധാന്യമേറെയാണ്. മാത്രമല്ല, അമേരിക്കയുടെ ഏറ്റവും വലിയ ഭീതി ചൈനയുടെ വളർച്ചയുമാണ്. അതിർത്തി പ്രശ്നത്തിന് പരിഹാരം കാണാൻ ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയായി. അതിനായി വിദഗ്ധ സംഘത്തെ രൂപീകരിക്കും. ദ്വിദിന സന്ദർശനത്തിനായി തിങ്കളാഴ്ച ഇന്ത്യയിലെത്തിയ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി മോദിയുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. വ്യാപാരം പുനരാരംഭിക്കാനും ധാരണയായി. ലുപു ലേഖ് പാസ്, ഷിപ്കി ലാ പാസ്, നാഥുല പാസ് എന്നിവിടങ്ങൾ വഴിയുള്ള വ്യാപാരം ശക്തിപ്പെടുത്തും. ബിസിനസ്, വിനോദസഞ്ചാരം, മാധ്യമരംഗം തുടങ്ങി പല മേഖലകളിലും പുരോഗതിയുണ്ടാവും. അതിർത്തിയിലെ സേനാ വിന്യാസം കുറയ്ക്കും. അജിത് ഡോവലുമായും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായും വാങ് യി കൂടിക്കാഴ്ച നടത്തി. എന്നാൽ ബ്രഹ്മപുത്ര നദിക്ക് കുറുകെ ചൈന നിർമ്മിക്കുന്ന പുതിയ ഡാമിനെ പ്രതിയുള്ള ആശങ്കകൾ അറിയിക്കുകയും തായ്വാൻ വിഷയത്തിൽ നിലപാട് മാറ്റമില്ലെന്ന് ചൈനയെ ഇന്ത്യ അറിയിക്കുകയും ചെയ്തു. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള പ്രണാമം.